വാട്സ്ആപ്പ് ബോയ്സ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ ബൾക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അതൊക്കെ പുതിയ സംഭവങ്ങളാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ കഴിക്കാറില്ല. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് മീനും കറിവെച്ച മീനും പിന്നെ ചോറും. ഇപ്രായം സീരിയസ് ആണ്, ഞാൻ പറഞ്ഞില്ലേ. കൊടുക്കത്തെ വെയിറ്റ് ഈ ഫുഡിന് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഭർത്താവ് എന്തുവാടാ നോക്കി എന്താ കൂടെ ഛർദ്ദിപ്പിക്കുമോ നീ എന്നെ? വെള്ളം ഇറക്കുന്നിരുന്ന് ഒന്നും സംസാരമൊന്നുമില്ല, മിണ്ടതൊന്നുമില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം ജിമ്മിന് പോയോണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ കാലും കൈയും ശരീരം എല്ലാം മേലെടുക്കുന്നത്. ഇരുന്നിട്ട് പൊങ്ങാൻ മേലെ എനിക്ക്. എൻ്റെ മറ്റേ ആ തമിഴ്നാട് വീഡിയോ ഇല്ലേ, അബാൻഡൻഡ് ഇൻ തമിഴ്നാട്, അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നതാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു, അറിയായിരിക്കും. അബാൻഡൻഡ് ഇൻ തമിഴ്നാടൊക്കെ അത് കുറച്ച് ടാസ്ക് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് പെട്ടെന്ന് ഉറപ്പാക്കണം അടുത്ത 1-2 ദിവസത്തിൽ. എന്നാൽ എനിക്ക് പെട്ടെന്ന് പോയി ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ ഇനി ഡിലേ ആക്കണം. അത് പെട്ടെന്ന് ചെയ്ത് തീർക്കണം നമുക്ക്. ഞാൻ എന്തായാലും ആ ടാസ്ക് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് റാൻഡം ആയിരിക്കും, പിന്നെ ആൾക്കാർക്ക് വേറെ ആൾക്കാരെന്നെ ഉണ്ടാക്കിയ ടാസ്ക് ആയതുകൊണ്ട് കുറച്ച് രസമായിരിക്കും. അപ്പോൾ കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഹൈ കാലറി സ്റ്റഫൊക്കെ മേടിച്ചിട്ട് കുറച്ച് ഷേക്കൊക്കെ ഉണ്ടാക്കി കുടിക്കാം. എൻ്റെ ഡയറ്റ് എൻ്റെ ബൾക്ക് എനിക്ക് മറക്കരുതില്ല. പക്ഷേ അതിന് മുമ്പേ നാളെ ലുലുവിനകത്ത് 50% ഓഫ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി മേടിക്കുന്നത് നല്ല, ഇപ്പോൾ ഞാൻ ടൗണിൽ പോയി മേടിക്കുന്നത് നല്ല എന്നുള്ള തോട്ട് ഞാൻ പ്ലണ്ടർ ചെയ്തുകൊണ്ടിരിക്കുക. പ്ലണ്ടർ എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്, ഇല്ലെന്ന് തോന്നുന്നു. പ്ലണ്ടർ അല്ല, പാണ്ടർ എന്നാ വേർഡ്. JMB വണ്ടി എടുത്തോണ്ട് എവിടെ പോയി കേട്ടാ. വണ്ടിയൊന്നും കാണുന്നില്ല എൻ്റെ. കൊള്ളാം. മറ്റേ B6 കാറല്ലേ, അത് February 14th ബുക്കിംഗ് എന്ന് തോന്നുന്നു. അതിൻ്റെ ടോപ്പ് മോഡൽ 26,90,000 രൂപ. അപ്പോൾ ഓൺ റോഡ് ഏകദേശം 28-29 ലക്ഷം വരുമായിരിക്കും. എനിക്ക് മറ്റൊരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല, ബാക്ക്ഗ്രൗണ്ട് അതുണ്ട്. അതിൻ്റെ കൂടെ ഒരു കാർ എങ്ങനെ ഒപ്പിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്ത് പറ്റുമെന്ന്. ബുക്ക് എന്തായാലും ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് കുറച്ച് ഡ്രസ്സ് മേടിക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ പോയിട്ട് ഞാൻ സാറയിൽ നിന്ന് മേടിക്കണം. അതിന് ഓഫർ നടക്കുന്നുണ്ട്. ഓൺലൈനൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ റിട്ടേൺ അയക്കുമ്പോൾ ഓഫറൊക്കെ തീർന്നു പോകും. അപ്പോൾ പോകണ്ടെന്ന് ഓർക്കുവാണ്. നാളെ വൈകുന്നേരം ഇറങ്ങേണ്ടി വരും. ഓൾറെഡി എനിക്ക് കുറച്ച് വർക്കും ഉണ്ട്. നോക്കട്ടെ, എന്തായാലും നാളെ അല്ലേ, നമുക്ക് നോക്കാം. വെറുതെ വീട്ടിൽ നിന്നാലും മൂഡ് വരാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തോട്ട് പോകാം. അച്ഛൻ്റെ വണ്ടി ഇരിപ്പുണ്ടല്ലോ. ഞാൻ എന്തോ മേടിച്ചെന്ന് അറിയത്തില്ല. ആപ്രിക്കോട്ട്സ് എന്തുവാണ് ഇത്? ഡേറ്റ്സാണ്. ഇവിടെ ഷെൽഫ് ഇരുന്നപ്പോൾ വെറുതെ എടുത്തത്. എന്തായാലും ഫ്ലേവേഴ്സും ചൂവി ആൻഡ് സ്വീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം കടിച്ച് പറക്കിയായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് നമുക്ക് എവിടെയെങ്കിലും പോവാം. എനിക്ക് വർക്ക് പെൻഡിങ് ഉള്ളതുകൊണ്ടാണെന്നേ. വളരെ 1-2 മാസത്തെ അടുപ്പിച്ച് വർക്ക് ചെയ്തിട്ട് ഞാൻ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് എവിടെയെങ്കിലും പോകാൻ പോവാം. എനിക്കെന്തോ നമുക്കൊരു വിയറ്റ്നാമിലോട്ട് 1 മാസത്തേക്ക് പോവാം, അല്ലെങ്കിൽ US-ലോട്ട് 1 മാസത്തെ റോഡ് ട്രിപ്പിൽ പോവാം. ഇതിനൊക്കെ പൈസയും വേണം, പക്ഷേ പൈസ നമുക്ക് ഉണ്ടാക്കണം. പിന്നെ വണ്ടി നമുക്ക് എടുക്കണം. കോടീശ്വരൻ വേണ്ടി വരും തോന്നുന്നു ഇതെല്ലാം ചെയ്യണം. എന്തായാലും വീട്ടിൽ പോകാം. കഴിച്ചു നോക്കി. ആപ്രിക്കോട്ട് എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? ചക്കയുടെ ഇത് കൊള്ളതില്ലേ? അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ട്രൈ ചെയ്യട്ടെ. കുഴപ്പമില്ല, നല്ല വ്യത്യാസമുണ്ട്. ഇത് വേറെ ഒരു പ്ലമ്മിൻ്റെ ടേസ്റ്റും കൂടെ ഉണ്ട് ചെറുതായിട്ട്. അല്ല, മൂത്ത പ്ലമ്മിൻ്റെ. ഇതും ഈ ഗ്ലാസും കൂടി ഏകദേശം 1000 കാലറിയുടെ പൊക്കത്തുണ്ട്. ഇത് പെട്ടെന്ന് കുടിക്കണം. 6:30 ആയുള്ളൂ. അപ്പം 8 മണിക്ക് ജിമ്മിൽ പോകണം. അപ്പം കുറേ അടുത്താണെങ്കിൽ പിന്നെ ഛർദ്ദിക്കുക. ഞാൻ മധുരം ഇട്ടില്ല, ഫുൾ ഡേറ്റ്സാണ്. 200 ഗ്രാം ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ ജിമ്മിലോട്ട് ഇറങ്ങുവാണ് ബോയ്സ്. 1.5 മണിക്കൂർ മുമ്പേ കഴിക്കരുത്, എനിക്ക് വയറ് തന്നെ എടുക്കുന്നു. ഒരു 2-3 മണിക്കൂർ മുമ്പേലും കഴിക്കണം. എന്തായാലും ഇന്ന് ലെഗ് കളിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ 3-ാമത്തെ ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണ്. എൻ്റെ മോന്തയ്ക്ക് വല്ല ഫുഡ് വല്ലതും ഉണ്ടോ? ചിലപ്പോൾ കാണുമായിരിക്കും. ഞാൻ മോന്ത കഴിക്കൊന്നുമില്ല. ഇത് Day 2 ഓഫ് ബൾക്കിംഗ് സീരീസ് ആണ്. കുറച്ച് നാളായി ഞാൻ ഇത്രയൊക്കെ ഫുഡ് കഴിച്ചിട്ട് ജിമ്മിൽ വന്നിട്ട്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ടൈമിംഗ് വ്യത്യാസമായിപ്പോയി. അതുകൊണ്ട് വയറ്റിൽ നിന്ന് ഇപ്പോൾ ഛർദ്ദിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് നിങ്ങൾക്ക് കാണാനല്ല, ഇത് ഡംബിൾ റോ ആണ്. രണ്ടാമത്തെ എക്സസൈസ് സീറ്റഡ് റോ ആയിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് സെറ്റ് ഞാൻ 8 റെപ്പ് വെച്ച് 50 കിലോ വെച്ച് അടിച്ച്. രണ്ടാമത്തെ സെറ്റ് ഞാൻ ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏകദേശം 25 സെക്കൻഡ് ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു 10 സെക്കൻഡ് കൂടി പോയേനെ, പക്ഷേ ഒരു മടി കാരണം ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയത്. അടുത്ത എക്സസൈസ് ഒരു വേരിയേഷൻ ഓഫ് റോ ആയിരുന്നു. ഇത്രയും റോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടക്കട്ടെ വെറുതെ അവിടെ കണ്ട എക്സസൈസ് ഒക്കെ ഞാൻ കയറി ചെയ്തേ ഉള്ളൂ. അങ്ങനല്ല. ഇതെപ്പോഴും ചെയ്യുന്ന എക്സസൈസ് ഒക്കെ തന്നെ, നല്ല എക്സസൈസ്. അടുത്ത എക്സസൈസ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ട്രാപ്പ് എക്സസൈസ് ആണ്. എനിക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പോലും നല്ല കിടിലൻ മസിലാണ്, കാണാൻ ലുക്കാണ് സത്യം പറയുക. എന്തായാലും ഇത്രയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഓർത്തൊരു ബൈസപ്പ് കേളും കൂടി ചെയ്തേക്കാന്ന്. വേറൊന്നും ചെയ്യാൻ എൻ്റെ വയറ് സമ്മതിക്കുന്നില്ല, ഞാൻ ഛർദ്ദിക്കും. അല്ലെങ്കിലും കേൾസ് എനിക്ക് വലിയ ഇഷ്ടമുള്ളതല്ല. ഞാനിപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഇന്നത്തെ പെർഫോമൻസിലും സന്തുഷ്ടനാണ്. പക്ഷേ ഒടുക്കാത്ത തളർച്ച എനിക്ക്. ഇത്രയും കഴിച്ചിട്ട് പോലും എന്താ ഞാൻ തളരുന്ന അറിയത്തില്ല. മരിച്ചാണ് ഓരോ എക്സസൈസ് ചെയ്യുന്നത്. കരിയുമ്പോൾ നീ എന്താ പുറത്ത് വരുന്ന? എൻ്റെ കണ്ണ് കാണുന്ന പോലും ഇല്ല എവിടെയാണെന്ന്. ഒരു കരിയാണ് പുള്ളുന്നത്. ഡിന്നർ ഇസ് സെർവ്ഡ് ബോയ്സ്. നമ്മുടെ ആഹാരം എന്ന് പറയുന്നത് കപ്പയും മീനും. ഫുള്ള്
ഛർദ്ദിക്കുന്ന മൂഡിലായിരുന്നു ജിമ്മിനകത്ത് എക്സസൈസ് ചെയ്യുന്നു. അപ്പോൾ അമ്മത്തെ ഫിഷ് ഫ്രൈ കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ സെക്കൻഡ് ക്യാമറമാൻ്റെ വീട്ടിലോട്ടൊന്ന് പോകാം. അവൻ വിളിച്ച് എവിടെ പോകാമെന്ന്. അപ്പോൾ ഓൾറെഡി 11 മണി രാത്രിയായി, എവിടെ പോകണമെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയുടെ കമൻറ്റിനകത്ത് കണ്ടായിരുന്നു, നിങ്ങൾ പറയുന്നു ഞാൻ വീഡിയോ ചേർത്തിടുന്നത് എനിക്ക് അലസതയാണെന്ന്, ലേസി ആണെന്ന്. ഞാൻ ലേസിയാ എന്നും പറഞ്ഞ് ആ ടൈപ്പ് ലേസി അല്ല. എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. ഞാൻ ഒടുക്കത്തെ ബിസിയാ എന്നുവെച്ചാൽ വർക്കെല്ലാം ചെയ്യും, പക്ഷെ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ലേസി. നീ എന്തൊക്കെ വർക്ക് ചെയ്യുന്നൊക്കെ നിങ്ങൾ പറയും. അപ്പോൾ പറയാൻ ഞാൻ പറയും എനിക്ക് മനസ്സില്ല പറയാൻ. അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഒന്നും ചെയ്യുന്നില്ലെന്ന്. ഇപ്പം തന്നെ പോട്ടെ. ഇവൻ്റെ വീട്ടിൽ ഫുൾ ഇരുട്ട്. ഇന്ന് പവർ കട്ടാണ് ഇവിടെ. ഫുൾ ഇരുട്ട്. എനിക്കൊരു പേടിയെന്ന് പറയുന്നത് ഈ കാട്ടിനകത്തോടെ എന്തെങ്കിലും വന്നെ കാലേ കയറി കടിക്കരുത്. അങ്ങോട്ടൊക്കെ ഫുള്ളും കാടാ. ഐഫോണിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഒന്നും. ലൈറ്റ് ഉണ്ട് കേട്ടോ, ലൈറ്റ് ഇട്ടാൻ. അതിൽ തുറന്ന് ആരാ വരുന്നതെന്ന് നോക്കി. പ്രീതമാണോ കഥ തോന്നുന്നു, പക്ഷെ ആരും വരുന്നില്ല. ഇതെന്താണ് ദൈവം ആരും ഇറങ്ങി വരുന്നു. മുറ്റത്തൊരു മൈന, അതല്ലല്ലോ വീട്ടിനകത്തൊരു മൈന. നമുക്ക് കാശ്മീർ പോവാം. കാശ്മീർ കേട്ടിട്ടില്ലേ? പൊക്കത്തായിട്ട് വരൂ. ഈ വണ്ടിയോടെ വരെ പോകത്തില്ലേ? എന്റെ വയറെത്ര വലുതായെന്ന് നോക്കി. ഒരു ദിവസമേ ഉള്ളൂ ബൾക്കിയിട്ട്. റോഡിലൊരു പട്ടിയും പൂച്ചയും പോലും ഇല്ലല്ലോടാ. ഏതോ ഒരു വണ്ടി കാണുന്നുണ്ട് മുമ്പിൽ. നമ്മളെങ്ങോട്ടാ പോകുന്നത്? നീയല്ലേ വിളിച്ചത്? കൊള്ളാം. വണ്ടി കയറി ഇപ്പൊ എങ്ങോട്ടേലും പോകാൻ പറ്റും. ഈ സമയത്ത് എന്ത് ഉള്ളത്? ഈ സമയത്ത് 11:45. കേരളത്തിലൊന്നും ഇല്ലെന്ന്. 11:45. എവിടെയെങ്കിലും വിട്. അങ്ങോട്ട് പോയി എറണാകുളം, ഇങ്ങോട്ട് പോയാ കൊല്ലം, പിന്നെ അങ്ങോട്ട് പോയാ കോട്ടയം. നമ്മള് പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 800 രൂപ അടിച്ചിട്ട് എവിടെ വരെ ഈ വണ്ടി പോകും അവിടം വരെ പോയിട്ട് തിരിച്ചു വരാല്ലേ. നമ്മൾ എറണാകുളത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴി ഒറ്റയടിക്ക് ഒരു വളവ് കഴിഞ്ഞതും നിനക്ക് ഒച്ച കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ടയർ പഞ്ചറായി. നമ്മൾ പാതിരാത്രി സ്റ്റെപ്പിന് വെക്കുന്നതാണ്. ഏതൊരു ടയറാ? ഇതല്ലല്ലോ. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ആദ്യത്തെ കാര്യം. ദൈവമേ, ഇത് ഫുള്ളും പോയല്ലേ. അപ്പം ജാക്കി വെക്കാൻ അറിയാവോ? ജാക്കി വെക്കാൻ അറിയത്തില്ല. എന്ത് അറിയത്തില്ല. ഈ പാതിരാത്രി 1 മണിക്ക് ജാക്കി വെക്കാൻ പഠിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കില്ല. ഞാനൊരു ട്രിപ്പൊക്കെ പോവാണെങ്കിൽ വർക്ക്ഷോപ്പിൽ 1 മാസം നിന്ന് പണിയൊക്കെ പഠിച്ചിട്ട് പോകുന്നത്. 1 മാസം പണിന്ന് പഠിക്കട്ടെ, ഇപ്പൊ ജാക്കി വെക്കാൻ പഠിക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് ഇപ്പം കാറ്റടിച്ചിട്ട് വന്നേ ഉള്ളു. ഇവന് പാതിരാത്രി കാറ്റടിക്കണം വന്നു. അവൻ കാറ്റടിച്ച് ടയർ ഫ്ലാറ്റായി. ഇനി എങ്ങനെ ജാക്കി സാധനം ഉണ്ടാ? അറിയില്ലെന്നോ? കവി എന്താ വീട്ടിൽ പോകാനുള്ള ടയറിന് കാറ്റൊന്നും ഇല്ല. സ്പെയർ ടയർ എവിടെ? റോഡ് സൈഡ് അസിസ്റ്റൻസ് ഒക്കെ വന്നല്ല. ഇത്ര വട്ടം വിളിച്ചാ നീ ഫാസ്റ്റ് ആണല്ലോ. സ്റ്റെപ്നി വെക്കാടാ നമുക്ക്. ചേട്ടൻ കണ്ടിട്ട് ചിരിക്കുന്നു. അതാണ് വെക്കാൻ അറിയാവാ? എനിക്കും അറിയില്ല. നമ്മളിങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. ഇതിനെ തിരിക്കാൻ കണ്ടു വേണ്ടേ? എന്തോ ഇവിടെ എന്തോ തിരിക്കുന്ന എന്തോ ഉണ്ടെന്നോ ഈ ഭാഗത്ത്. തിരിച്ചിരുന്ന് പൊങ്ങി വരൂടാ. ഇത് ഇവിടുന്ന് ഇങ്ങനെ പൊങ്ങിലോട്ട് പോക്കോ. അത് നിന്റെ കാറിന് താഴെ. എടാ ഇങ്ങനെയൊക്കെ പഠിക്കുന്ന. ടയർ ഊര്. എന്ത് പറ്റി? ആ സാധനം നടുക്കത്തെ സാധനം മാറ്റി. അത് ഊരി എടുക്ക്. നിന്റെ കൂടെ ഞാൻ ഉണ്ട്. നീ ടെൻഷൻ അടിക്കണ്ട. നീ ഊരി എടുക്ക്. ടയർ ഊരി എടുക്ക്. നീ ഈ സാധനം പൊക്കത്തോട്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കിപ്പോ പഠിക്കാം. കാറ്റുണ്ടാ? കുഴപ്പമില്ല. വാ, വേറൊരു സാധനം കൂടി കാണും. അതാണോ? അത് മറ്റേ ടയർ ഊരാൻ വേണ്ടി വേണം. അത് വെച്ച് തന്നെയാണോ തിരിക്കുന്നത്? ഇത് അതൊക്കെ എന്ത് സംഭവമാണ്? അത്രയൊക്കെ സംഭവം എൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് ആ തിരിച്ച് പൊക്കുന്ന സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് തിരിക്കാനായിരുന്നു ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇതിന് ആദ്യത്തെ കാര്യം എൻ്റെ കാല് ഫുള്ളും വേനെടുക്കുന്നില്ല. കുനിയാന്നും വരുന്നില്ല എനിക്ക്. അത് കാല് കളിച്ചിട്ടുണ്ട്. വണ്ടിയുടെ അടിയിലായിട്ടൊരു സ്പോട്ട് ഉണ്ട്. അതെ ഇത് കണ്ട പിടിച്ചേ. ഈ സാധനം വെക്കണം ഇവിടെ അടുക്ക്. അത് പൊക്കി വെച്ചിരിക്കണം. ചെറുതാക്ക്. ഇത് തിരിച്ച് കറക്ക്. കറയല്ല, തിരിച്ച് കറക്ക്. ഒരു സ്ഥലത്ത് തിരിക്കാൻ ചെറുതായിട്ട് താഴ്ന്നതായിട്ട് തോന്നുന്നു. താഴുന്നുണ്ട്. ഇനി വെക്ക്. അവിടെ ആയിട്ടൊരു സ്ഥലം ഉണ്ടാ. എടാ ഇത് കണ്ട കുറച്ചുകൂടി. അത് കണ്ട
ഒരു പൊക്കം കണ്ട ഇങ്ങോട്ടാണ് ഇരിക്കണ്ടേ? എങ്ങോട്ടായാലും തിരി. വണ്ടി ഇടിക്കരുത്. തിരിയുടെ ഇതാ ചെളിയൊക്കെ വരുന്നത്. ടയർ ഊരിയില്ലല്ലേ, അതിന് ചെളിയല്ലേ. ഒന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആ ഇരുന്നാ നിക്ക് നിക്ക്. ആ ചെറുതായിട്ട്, പക്ഷെ കറക്റ്റ് സ്ഥലത്തല്ല ഇരുന്ന്. കുറച്ചുകൂടി മുമ്പി വെക്കാ. ഇതായെന്ന് തോന്നുന്നു. ഇപ്പൊ കറക്റ്റാ. ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് തോന്നുന്നില്ല അപ്പൊ കാറ് പൊക്കുവാണ് ഞാൻ. ടെൻഷൻ അടിക്കണ്ട. ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാറാണെങ്കിൽ തുടങ്ങി ഓട്ടെ മസിൽമാൻ. मुझे आधी रात को बाहर जाना है, फालतू की ख्वाहिश है, रात को बैठ के काम करवा रहा है मुझे पहली बार. ഇത് തന്നെയാണോ ജാക്കി? ഇങ്ങനെ ആൾക്കാർ പറയാറില്ല. അപ്പൊ ഈ സാഗർ റിലീസ് ജാക്കി എന്ന് പറഞ്ഞ വേറെ ജാക്കി. വണ്ടി പൊങ്ങുന്നുണ്ട്, വണ്ടി പൊങ്ങുന്നുണ്ട്. ആ എന്തൊക്കെ പൊങ്ങുന്നുണ്ട്, അനങ്ങുന്നുണ്ട്. എനിക്ക് വണ്ടി പൊക്കുന്നതായിട്ട് തോന്നുന്നില്ലല്ലോ. ഞാൻ ഇത് അനക്കിക്കൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇത്ര അനങ്ങത്തുള്ളൂ, പൊക്കത്തുള്ളൂ. അല്ല ഇനിയും പൊങ്ങും. ഞാൻ ഇത് വെറുതെ കറക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എനിക്കൊരു വണ്ടി പൊക്കുന്ന ഫീല് വേണ്ടേ? കണ്ട എന്തൊക്കെ അനങ്ങുന്നുണ്ട് ചെറുതായിട്ട്. കശ്മീരിൽ പോകുന്നു വണ്ടിയിൽ 30 കിലോമീറ്റർ റോഡിലായിരുന്നു മുമ്പ് എൻ്റെ ടയർ പഞ്ചർ. ആ ഇത് സെറ്റായി. ഇനി ഇത് ഊരിയാൽ മതി. മറ്റേ സാധനം എടുത്ത്. ഇതൊക്കെ സിനിമയെ കണ്ട പരിചയമുള്ളൂ എനിക്ക്. ഇതെവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് ആ ഇത് കയറി അങ്ങനെ കറക്കിട്ട് നേരത്തെ വെച്ചിട്ട് ചെയ്യണമായിരുന്നു. ടയർ താഴത്ത് വെച്ചിട്ട് ആണാ? ഏയ് അങ്ങനെയാണോ? ഗിയറിലിട്ടാ മതിയോ? അല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ നമ്മൾ ഊരുന്നേ? വണ്ടിക്കകത്ത് കയറി ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ടയർ അനങ്ങത്തില്ല. ഇനി എടാ ഇനി ചെയ്ത് വീല് കറങ്ങുന്ന ഇല്ല, ചവിട്ടി പിടിച്ചിരിക്കുക തിരിയുന്നില്ലേ? ഒന്ന് ചവിട്ടി തിരിക്കാൻ നോക്കടാ. ബ്രേക്ക് പിടിച്ചല്ല. ടയർ കറങ്ങുന്നതാ. നല്ല കൊതുകൊണ്ട് കേട്ടോ ഇവിടുന്ന്. ഞാൻ ഇപ്പൊ ചവിട്ടി പിടിച്ചിട്ടുണ്ട് ബ്രേക്ക്. ഇത് അവസാനത്തെ ഒരു ബോൾട്ടും കൂടി ഊരാനുള്ളായിരുന്നു. അവനത് ഒടിച്ച് ഇനി ആ ടയറൊക്കെ ഊരും. ഇനി ഇത് ഇറങ്ങി വരുമോ ഇത് ടയർ? അതിങ്ങനെ വലിച്ചാ പോരെ? ഇതും കൂടി ഊരണം. എന്താ ഇത് നീ ഊരി വരുമല്ലേ? എടാ നീ ടയർ വലിച്ചു ഊരാ ഊരിക്കോളേന്. എടാ ബോൾട്ട് 3 ഇല്ലേ, അത് അഡ്ജസ്റ്റ് ചെയ്യാലോ നമുക്ക്. വർക്ക്ഷോപ്പ് വരെ അതൊന്നും ഊരി പോകത്തില്ല. ആ വർക്ക്ഷോപ്പ് പാതിരാത്രി ഇല്ലല്ലോ, അപ്പൊ നാളെ രാവിലെ വരത്തുള്ളൂ. തിരിച്ചില്ല. ഇതിപ്പോ എറണാകുളം അങ്ങോട്ട് എത്തിയിട്ടില്ല, ആലപ്പുഴ കഴിഞ്ഞ്. നീ ഇപ്പൊ എന്താണ് വലിച്ചത്? കൊതുകടി അടിച്ചിട്ട് എനിക്കാണെങ്കിൽ കുനിയാനും പറ്റുന്നില്ല. 2 മണി വെളുപ്പിനെ അടഞ്ഞ് വന്ന് വലിച്ചത്. ഒന്ന് വലിച്ചൂര്. ഇനി വരണം ഊരി. ചെറുതായിട്ടൊന്ന് വിഗിൾ ചെയ്താൽ മതി. ഞാൻ ആദ്യം ഒരു ടയർ വരുന്നത്, അതുകൊണ്ട് എനിക്ക് ഇത്ര വരെ എത്തിയില്ലേ. ഇനി ടയർ നമുക്ക് ഊരാൻ പറ്റും. ഗൈസ് എൻ്റെ ശരീരം കൊണ്ട് ഇനി എനിക്ക് കുനിയാനും വളയാനും ഒന്നും മേലെ ഒടുക്കുന്ന സോറാണ് ഞാൻ. ജിമ്മിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് പോയതിൻ്റെ. എന്തായാലും ഇപ്പോൾ വണ്ടിക്കകത്ത് ഇരിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് ഫുൾ കൊതുക. ഞാൻ അക്ഷയനെ വിളിച്ചിട്ടുണ്ട്. അക്ഷയും പിന്നെ ഒരു വേറെ കൂട്ടുകാരനോട് വരും. അപ്പോൾ അവന്മാരും കൂടി വന്നിട്ട് ടയറെ ചവിട്ടി കളിക്കട്ടെ. ചിലപ്പോൾ ഊരി വരുമായിരിക്കും. അവർ വരട്ടായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. 3:30 വെളുപ്പിനെയായി. അവന്മാരും വന്ന് ഇനി എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് അവന്മാരത് അവിടെ ടയർ ചവിട്ടി ഊരിക്കൊണ്ടിരിക്കുക. അവസാനം ഈ ടയർ മാറിയിട്ടുണ്ട് കേട്ടോ. വേണ്ട പഴയ ടയർ ഇറങ്ങുന്ന പോലും ഇല്ലായിരുന്നു. വെറുതെ ചവിട്ടി ഇവന്മാരെ ഇറക്കിയിട്ടുണ്ട്. എനിക്കാണ് ഉറക്കം കാരണം ഒന്നും ഒരിക്കലും മനസ്സിലാവുന്ന പോലും ഇല്ലല്ലോ. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി എറണാകുളം പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങിയ ഞാനായിരുന്നു. 4 മണിക്കൂറായിട്ട് പഞ്ചർ ഇട്ടിച്ചോണ്ടിരിക്കുന്നു. 4 മണിക്കൂറായിട്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് എന്ത് പറയാ അച്ഛനക്ക്? എന്ത് പറയാൻ അച്ഛാ ടയർ ഒന്ന് മാറി.
അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യാം. എനിക്കിനി ഇറക്കവും ബോധമൊന്നുമില്ല. ഞാൻ വീട്ടിൽ എത്തുമ്പോഴും ദൈവമേ അച്ഛനമ്മയൊക്കെ എഴുന്നേറ്റ് കാണാം രാവിലെ വെളുപ്പിന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് നാളെ കാണാം. ടിൽ ടേക്ക് കെയർ. പീസ്.